നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുരേഷ് കുമാറിനെ പണി പഠിപ്പിക്കാൻ പോയ ആന്റണി പെരുമ്പാവൂരിനെ ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ടു. ഇനിയിപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആന്റണി പെരുമ്പാവൂർ ഉണ്ടാകില്ല. ഫിലിം ചേംബറിലും ആന്റണിക്ക് സ്ഥാനമില്ല. താരസംഘടനയിൽ വേണമെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന് ഒതുങ്ങാം. സുരേഷ് കുമാറിനെ ചുരുട്ടിക്കൂട്ടി നേരത്തെ ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പൃഥ്വിരാജിന്റെ മറുപോസ്റ്റ്. എന്നാൽ ഒന്നും ഓക്കെ അല്ല അണ്ണ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കൽ, സിനിമാ പണിമുടക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ കേരള ഫിലിം ചേംബറിനെ തള്ളി പരസ്യ നിലപാടെടുക്കില്ല എന്ന് അമ്മ വ്യക്തമാക്കി. ഇന്നലെ അമ്മയുടെ ആസ്ഥാനത്ത് ചേർന്ന അടിയന്തര യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം. എന്നാൽ ആരെതിർത്താലും സിനിമാ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും സിനിമാ സമരവുമായി മുന്നോട്ടു പോകാനും ഫിലിം ചേംബർ തീരുമാനമെടുത്തു. കേരള ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാണ് ഇത്തരമൊരു നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ഇതോടെ ആന്റണി പെരുമ്പാവൂർ തീർത്തും ഒറ്റപ്പെട്ടു. ചേംബർ തീരുമാനങ്ങളെ വിമർശിച്ച് ആന്റണി ഫേസ്ബുക്കിലിട്ട കുറിപ്പാണ് ചേംബറിനെ ഇത്രയധികം ചൊടിപ്പിച്ചത്. തൽക്കാലം തന്റെ പോസ്റ്റ് പിൻവലിക്കില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ മോഹൻലാൽ ആകെ ആശയക്കുഴപ്പത്തിലാണ്. അമ്മ സംഘടനയിലെ ഒറ്റപ്പെട്ട ചില താരങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇക്കാര്യത്തിൽ ലാലിന് ലഭിക്കുന്നത്. മറുവശത്ത് കേരളത്തിലെ മുഖ്യ പ്രൊഡ്യൂസർമാരൊക്കെ മോഹൻലാലിനെതിരെ നിലപാടെടുക്കുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സംഘടനകളിൽ നിന്നും ആന്റണി പെരുമ്പാവൂർ രാജിവെക്കും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ആന്റണി രാജിവെച്ചില്ലെങ്കിൽ ആന്റണിയെ പുറത്താക്കാനുള്ള തീരുമാനമാണ് ഫിലിം ചേംബർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ബദലായി മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ആന്റണി പെരുമ്പാവൂർ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ മറ്റ് നിർമ്മാതാക്കളൊന്നും ആന്റണിയുടെ പാതയിലേക്ക് കടന്നു വന്നില്ല. തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ ആന്റണി. സുരേഷ് കുമാറിനെതിരായ പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് ഔദ്യോഗികമായി നോട്ടീസ് കൈമാറി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ജൂൺ 1 മുതൽ സിനിമാ സമരം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതും. എമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂരുമൊക്കെ. സാധാരണഗതിയിൽ മോഹൻലാൽ ഒരു തീരുമാനമെടുത്താൽ അതിനെതിരെ നിലകൊള്ളാൻ കേരളത്തിലെ നിർമ്മാതാക്കൾ ശ്രമിക്കാറില്ല. എന്നാൽ മോഹൻലാലിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് സുരേഷ് കുമാർ തുറന്നടിക്കുന്നു. കേരള ഫിലിം ചേംബർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമാ സമരം സർക്കാരിനെതിരെയാണ് എന്നവർ വിശദീകരിക്കുന്നുവെങ്കിലും കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. സിനിമാ താരങ്ങൾ അവരുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സിനിമയിലെ ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകൾ. GST നികുതിക്കൊപ്പമുള്ള വിനോദ നികുതി സർക്കാർ പിൻവലിക്കണമെന്ന് അവർ പറയുന്നു. താരങ്ങൾ വലിയ പ്രതിഫലം കുറയ്ക്കണം. സിനിമാ നിർമ്മാണം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 2 സിനിമകളാണ് ഇപ്പോൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ രേഖാചിത്രവും ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയും. വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നിരവധി ചർച്ചകൾക്ക് ഫിലിം ചേംബർ ശ്രമിച്ചുവെങ്കിലും സർക്കാർ ഇതുവരെ ചർച്ചകൾക്ക് നിന്നുകൊടുത്തില്ല. ജൂൺ 1 മുതൽ സിനിമകളുടെ ചിത്രീകരണവും പ്രദർശനവുമൊക്കെ നിർത്തിവെക്കുമെന്ന ഫിലിം ചേംബറിന്റെ പ്രഖ്യാപനം ആശീർവാദ് സിനിമാസിനെയാണ് ഏറ്റവുമധികം പിറപ്പിക്കുന്നത്. എമ്പുരാൻ എന്ന വലിയ സിനിമയുടെ റിലീസിനെ ഇത് ബാധിക്കും എന്നത് ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും ഒക്കെ അലട്ടുന്നു. ഒരു നടൻ 25 കോടി പ്രതിഫലം വാങ്ങുന്നുവെങ്കിൽ അതിനൊപ്പം GST വിഹിതം കൂടി അയാൾ പോക്കറ്റിലിടുന്നു. ചുരുക്കത്തിൽ 25 കോടി ക്ലീനായി തന്റെ പോക്കറ്റിൽ വീഴണം എന്നതാണ് നടന്മാരുടെ ഡിമാൻഡ്. സിനിമാ നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി യാതൊരുവിധ പിന്തുണയും സമരത്തിന് നൽകേണ്ട എന്ന് അമ്മ ഇക്കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. സിനിമാ വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് ഫിലിം ചേംബർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്കൊപ്പം അമ്മ നിൽക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് സിനിമാ സംഘടനകൾക്കുള്ളിൽ. ഇന്നലെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ മിക്ക നടന്മാരും ആ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ മമ്മൂട്ടി ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി വിരുദ്ധാഭിപ്രായമാണ് സ്വീകരിച്ചത്. മോഹൻലാലും മറ്റു നടന്മാരും നടിമാരുമൊക്കെ പ്രതിഫലം കുറയ്ക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയപ്പോൾ
സിനിമ വ്യവസായത്തിലെ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം നമുക്കുമുണ്ട് എന്ന് മമ്മൂട്ടി യോഗത്തെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പ്രതിഫലത്തുക കുറയ്ക്കേണ്ടി വന്നാൽ കുറയ്ക്കണം എന്ന നിലപാടാണ് മമ്മൂട്ടി സ്വീകരിച്ചത്. വേതന പ്രശ്നത്തിൽ വിട്ടുവീഴ്ച വേണം എന്ന മമ്മൂട്ടിയുടെ നിലപാട് ഏകാഭിപ്രായത്തിലെത്താൻ അമ്മ എക്സിക്യൂട്ടീവിന് കഴിയാത്ത ഘട്ടത്തിലെത്തി. സർക്കാരുമായി വലിയ ചങ്ങാത്തത്തിലുള്ള സിനിമാ നിർമ്മാതാക്കൾ അവരുടെ പ്രേരണയിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്ന പോലീസ് നടപടികൾ ഏതു സമയവും ആരംഭിച്ചേക്കാം എന്ന ഭയവും അമ്മ സംഘടനയിൽപ്പെട്ട ചില നടന്മാർക്കുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുന്ന ഈ കേസിൽ സിനിമാ ലോകത്തെ പ്രമുഖർ കുടുങ്ങിയാൽ, പ്രത്യേകിച്ച് നടന്മാർ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികളിൽപ്പെട്ടാൽ അത് സിനിമാ ലോകത്തു നിന്ന് വ്യാപക പിന്തുണ ലഭിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തും. അത്തരം ഘട്ടത്തിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പോർവിളിച്ചാൽ അത് തങ്ങളെ ബാധിക്കുമെന്ന് അമ്മ എക്സിക്യൂട്ടീവിൽ ചില നടന്മാർ സൂചിപ്പിച്ചു. ആന്റണി പെരുമ്പാവൂരിൻ്റെ അഹങ്കാരം തന്നെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ചോദ്യം ചെയ്യുന്നത്. 7 ദിവസത്തിനകം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയത്. അതിന് ആന്റണി നൽകുന്ന മറുപടി പരിശോധിച്ചാകും ഇനി തുടർ നടപടികൾ. ചേംബർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണിത് എന്ന് ജി സുരേഷ് കുമാർ പറഞ്ഞു. അതിൻ്റെ പേരിൽ സുരേഷ് കുമാറിനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ചേംബർ ഭാരവാഹികൾ. ഒരു താരവും സിനിമാ വ്യവസായത്തിൽ അവിഭാജ്യ ഘടകമല്ല. 6 മാസം കാണാതിരുന്നാൽ ജനം അവരെ അങ്ങ് മറക്കും. എല്ലാ സിനിമകളുടെയും കളക്ഷൻ റിപ്പോർട്ട് ഇനി കൃത്യമായി എല്ലാ മാസവും പുറത്തുവിടുമെന്നാണ് ചേംബർ ഭാരവാഹികൾ പറയുന്നത്. സമരം അനാവശ്യമാണ് എന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ വിലയിരുത്തുമ്പോൾ അതിന് വിരുദ്ധ നിലപാടാണ് ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസിനെതിരെ ചുരുക്കത്തിൽ രൂക്ഷ വിമർശനങ്ങൾ സംഘടനാ തലത്തിൽ മാത്രമല്ല നിർമ്മാതാക്കളുടെ ഭാഗത്തിൽ നിന്നും ഫിലിം എക്സിബിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു. സിനിമ നിർമ്മിക്കുന്ന താരങ്ങൾ വിരലിൽ എണ്ണാവുന്നവരെയുള്ളൂ. നിർമ്മാതാക്കൾ സിനിമ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ നിർത്തിയിരിക്കുമെന്ന് ജി സുരേഷ് കുമാർ ഇന്നലെ ആവർത്തിച്ചു. ഒരു താരവും അവിഭാജ്യ ഘടകമല്ല. എനിക്കെതിരായ പോസ്റ്റിട്ടയാളോട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. സമരം പ്രഖ്യാപിക്കാൻ ഞാൻ ആരാണെന്ന് ആന്റണി ചോദിച്ചു. പ്രസിഡന്റിൻ്റെ അഭാവത്തിലാണ് ഞാൻ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത്. സംഘടനാ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. സംഘടനയാണ് എന്നെ അതിന് ചുമതലപ്പെടുത്തിയത് എന്ന് ജി സുരേഷ് കുമാർ ഇന്നലെ തുറന്നടിച്ചു. മോഹൻലാലിനെ ആരെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവാം. അല്ലാതെ മോഹൻലാലും ഞാനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മോഹൻലാൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു വിഷയമേ അല്ല എന്ന് ജി സുരേഷ് കുമാർ തിരിച്ചടിച്ചു. അഭിനേതാക്കൾ സിനിമയിൽ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതും നിർമ്മാതാക്കളുടെ സംഘടന ഇടപെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അമ്മ എക്സിക്യൂട്ടീവ് ഇന്നലെ തീരുമാനമെടുത്തു. പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുമായി സമവായ ചർച്ച നടത്താം എന്ന് സംഘടന തീരുമാനിച്ചു. അമ്മ സംഘടനയിൽ വന്ന ഈ വിട്ടുവീഴ്ചയ്ക്ക് കാരണം മമ്മൂട്ടിയുടെ കടുത്ത നിലപാടും. സിനിമാ ബജറ്റ് തർക്കത്തിൽ ജി സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂർ തമ്മിലുള്ള തർക്കം മറ്റു തലങ്ങളിലേക്ക് കടന്നപ്പോൾ അത് മലയാള സിനിമാ ലോകത്ത് തന്നെ വലിയ നടുക്കങ്ങളുണ്ടാക്കി. തിരുവനന്തപുരം ലോബി, സംഘി ലോബി എന്നൊക്കെ വിളിച്ച് ജി സുരേഷ് കുമാറിനെ ചിലർ ആക്ഷേപിച്ചു. മോഹൻലാൽ ഫാൻസ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ സുരേഷ് കുമാറിനെതിരെ കളത്തിലിറങ്ങിയത്. എന്നാൽ കണക്കുകളും തനിക്ക് പറയാനുള്ള നിലപാടുകളുമായി സുരേഷ് കുമാറും മറ്റ് നിർമ്മാതാക്കളുമൊക്കെ കട്ടയ്ക്ക് നിന്നതോടെ ആന്റണി പത്തി മടക്കി. ചുരുക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ തളർച്ച തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ജി സുരേഷ് കുമാർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മോഹൻലാൽ ആകെ വെട്ടിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.